തേന്മാവിൻ കൊമ്പത്ത് ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. വീടിന്റെ തെക്ക് കിഴക്കേ മൂലയിൽ ദേവീ സാന്നിധ്യം കാണുന്നുണ്ടല്ലോ. അവിടെ കളരിയോ വച്ചാരാധനയോ മറ്റോ ഉണ്ടോ? ഇല്ല. തെക്ക് കിഴക്കെന്ന് പറയുമ്പോ അവിടെ ഒരു ഔട്ട് ഹൗസാ ഉള്ളത്. ഇവിടുത്തെ ഡ്രൈവേഴ്സും സെക്യൂരിറ്റിയും ഒക്കെ വല്ലപ്പോഴും തങ്ങുന്ന ഒരിടം. പക്ഷേ അങ്ങനെയല്ലല്ലോ ഇപ്പൊ കാണുന്നത്. അവിടെ ദേവീ സാമീപ്യം അറിയാനുണ്ട്. ഇപ്പൊ അവിടെ ആരാ താമസം? സ്വാമി, മോന്റെ പരിചയത്തിലുള്ള ഒരു പെൺകുട്ടിയും അവളുടെ ഒരു അകന്ന ബന്ധുവാണ്. സത്യം പറഞ്ഞ ഞങ്ങൾക്ക് അവരവിടെ താമസിക്കുന്നത് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യം. പിന്നെ മോന്റെ നിർബന്ധത്തിന് വഴങ്ങിയ ഞങ്ങള് കുറച്ചു ദിവസം അവിടെ താമസിച്ചോളാൻ പറഞ്ഞത്. അവര് ആരാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്റെ നോട്ടത്തിൽ അവിടെ ദേവ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ആ ഭാഗം വൃത്തിയാക്കി നല്ല രീതിയിൽ പരിപാലിച്ചു കൊള്ളണം. ഇല്ലെങ്കിൽ അതിന്റെ ദോഷം ഈ വീടിനും വീട്ടിലുള്ളവർക്കും ഭവിച്ചേക്കും. സ്വാമി, അവിടെയുള്ളവരെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിപ്പിച്ച് കിട്ടാൻ എന്തെങ്കിലും ഒരു മാർഗം. വരട്ടെ, നോക്കാം. ആദ്യം എനിക്ക് ആ സ്ഥലം ഒന്ന് കാണണം. ഒരു സമയം ഞാൻ കാണിക്കാം. അങ്ങനെ ആകട്ടെ. ഒരു സമയം. സ്വാമി, ദേ അവളാണ് ഞങ്ങൾ പറഞ്ഞ പെൺകുട്ടി. എന്റെ മോന്റെ പരിചയത്തിലുള്ളതാ. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ ആ കുട്ടി എന്തിനാ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്? ഒഴിഞ്ഞു പോകാൻ പറഞ്ഞൂടെ? ശ്രീല പറഞ്ഞില്ലേ, മോന്റെ നിർബന്ധത്തിന് വഴങ്ങിയ ഞങ്ങളത് സമ്മതിച്ചത്. മോനും ആ കുട്ടിയും തമ്മിൽ ചെറിയൊരടുപ്പം. എവിടെയാ കുട്ടിയുടെ നാട്? മൂകാംബിക ക്ഷേത്രത്തിന് അടുത്തുള്ളൊരു സ്ഥലത്താ ആ കുട്ടി താമസിക്കുന്നത്. ആ പെൺകുട്ടിക്ക് സംസാരശേഷിയില്ല. അതുമാത്രമല്ല, ഒരു കാലിന് സ്വാധീനക്കുറവുണ്ട്. ആ ഔട്ട് ഹൗസിൽ താമസിക്കുന്നവരെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കി തരണം സ്വാമി. അതിന് സാധിച്ചാൽ സ്വാമി ആവശ്യപ്പെടുന്ന എന്തും ഞങ്ങൾ തരും. ഇവരാണോ ആ കുട്ടിയുടെ കൂടെയുള്ള സ്ത്രീ? അതെ. അസാധ്യം. ആ സ്ത്രീ കൂടെയുള്ളപ്പോ ആ പെൺകുട്ടി എവിടെന്ന് പറഞ്ഞു വിടാൻ പറ്റില്ല. അതെന്താ അങ്ങനെ? അതങ്ങനെയാ. നിങ്ങൾ ആദ്യം അവരെ പറഞ്ഞു വിടാൻ നോക്ക്. അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരെ പറഞ്ഞു വിട്ടാൽ പിന്നെ നമുക്ക് ആ കുട്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാം.
മോളെ മനസ്സിനെന്തോ ഒരു പേടി തോന്നുന്നു പോലെ. നിന്റെ കാര്യം ആലോചിച്ചിട്ടാ മോളെ. മോള് ഒരുപാട് സൂക്ഷിക്കണം. അരുതാത്തത് എന്തോ സംഭവിക്കാൻ പോന്ന പോലെ ഒരു ആദ്യ തോന്നുക മനസ്സിൽ. മോളെ, നിന്നെ ഇവിടുന്ന് ഓടിച്ചു വിടാൻ എന്തൊക്കെയോ ഒരുക്കങ്ങൾ ഇവിടുന്ന് നടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ആരൊക്കെയോ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. എന്റെ മോള് വളരെ കരുതലോടെയും ശ്രദ്ധയോടും കൂടി വേണം ഇവിടെ നിൽക്കാൻ. എന്റെ സ്വന്തം മോളാ നീ. അതുകൊണ്ട് നിന്റെ കാര്യത്തിൽ എനിക്ക് ഈ ആദി